നമസ്കാരം, ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. 2026 ജൂൺ 15 ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി സൂര്യൻ ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. അതോടുകൂടി കൊല്ലവർഷം 1201 ആണ്ട് മിഥുനമാസം ആരംഭിക്കുകയായി. ഈ സൂര്യൻ്റെ രാശിമാറ്റത്തോടുകൂടി ചില നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങളാണ് ലഭിക്കുവാൻ പോകുന്നത്. ആ നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാർക്ക് ഈ സൂര്യൻ്റെ രാശിമാറ്റത്തോടുകൂടി വളരെയധികം നേട്ടങ്ങളാണ് ഉണ്ടാകുവാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാരുടെ മൂന്നാമിടത്ത് കൂടിയാണ് സൂര്യൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. മൂന്നാമിടത്ത് കൂടി സൂര്യൻ ചാരവശാൽ സഞ്ചരിച്ചാൽ സ്ഥാനാന്തര പ്രാപ്തിയും ശത്രുനാശവും ധനവൃത്തിയും ആരോഗ്യവും ഫലങ്ങളാകുന്നു. മേടക്കൂറുകാർക്ക് 5-ാം ഭാവത്തിൻ്റെ ആധിപത്യം സൂര്യനുള്ളതിനാൽ 5-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളായ സൃഷ്ടിപരമായ കഴിവ്, അതായത് ക്രിയേറ്റിവിറ്റി, സന്താനങ്ങൾ, ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ, പ്രതിഭ എന്നീ കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. നല്ല ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടാകുന്നതായിരിക്കും. ആയതിനാൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പരമാവധി ഈ അവസരം ഉപയോഗിക്കുക. തീർച്ചയായും ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നതായിരിക്കും. മാധ്യമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കും കമ്മ്യൂണിക്കേഷൻ, മാർക്കറ്റിംഗ്, സെയിൽസ്, എഴുത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഉള്ളവർക്കും വളരെ അനുകൂലമായ സമയമാകുന്നു. സൂര്യൻ്റെ ഈ മിഥുനൻ രാശിയിലേക്കുള്ള രാശിമാറ്റത്തോടുകൂടി ഈ കൂറുകാർക്ക് ലഭിക്കുവാൻ പോകുന്നത്. സഹോദരങ്ങളുമായും വളരെ അടുത്ത ബന്ധുക്കളുമായും ബന്ധം ദൃഢമാക്കുവാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അടുത്ത ആൾ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ എല്ലാം തന്നെ വളരെ സപ്പോർട്ടോടുകൂടി നിൽക്കുന്നതായിരിക്കും. വസ്തു സംബന്ധമായും ഭൂമി സംബന്ധമായും നേട്ടങ്ങളും ലാഭങ്ങളും ഉണ്ടാകുന്നതാണ്. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിലും ഡോക്യുമെൻറ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അഡ്മിനിസ്ട്രേറ്റീവ് പരമായ കാര്യങ്ങളിലും വിജയവും ലാഭവും സിദ്ധിക്കുന്നതായിരിക്കും. ആത്മീയമായ യാത്രകൾ ചെയ്യുവാൻ സാഹചര്യം വന്നു ചേരുന്നതായിരിക്കും. അതിലൂടെ മനസ്സമാധാനവും ശാന്തിയും ലഭിക്കുന്നതായിരിക്കും. വ്യക്തിഗത മത്സരങ്ങളിൽ ഏർപ്പെടുന്നവർക്കും ഔദ്യോഗികപരമായ മത്സരങ്ങളിൽ ഏർപ്പെടുന്നവർക്കും വിജയം സുനിശ്ചിതമാകുന്നു. നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ നിന്നും നല്ല ബന്ധങ്ങളിലൂടെ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് കൂടുതൽ അനുഭവത്തിൽ വരുന്നതായിരിക്കും. ഭാഗ്യത്തെക്കാളും നിങ്ങളുടെ സ്വന്തം പ്രയത്നത്തിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ശക്തമായ ആശയവിനിമയത്തിലൂടെ അധികാരത്തിലിരിക്കുന്നവർക്കും നേതൃസ്ഥാനത്തിരിക്കുന്നവർക്കും ലാഭനേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്നതായിരിക്കും. ശത്രുക്കളിന്മേൽ വിജയവും ശത്രുക്കൾ മിത്രങ്ങളായി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ധനനേട്ടവും ആരോഗ്യവും ഫലങ്ങളാകുന്നു. ഈ കൂറുകാർക്ക് മിഥുനമാസത്തിൽ ധനാഭിവൃദ്ധി ഉണ്ടാകുന്നതായിരിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. മേടക്കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ ഈ മിഥുനമാസത്തിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത നക്ഷത്രക്കാർ മകം, പൂരം, ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരാവുന്നു. ചിങ്ങക്കൂറുകാരുടെ 11-ാമിടത്ത് കൂടിയാണ് സൂര്യൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. 11-ാമിടത്ത് കൂടി സൂര്യൻ ചാരവശാൽ സഞ്ചരിച്ചാൽ സ്ഥാനാന്തര പ്രാപ്തിയും ഐശ്വര്യവും വ്യാധി നാശവും ശുഭകർമ്മങ്ങൾ ഫലിക്കുകയും ഫലങ്ങളാകുന്നു. അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് ഏതു പദവിയിലാണോ ഇരിക്കുന്നത് അതിൽ നിന്നും ഉയർന്ന പദവിയിലേക്ക് സ്ഥാന കയറ്റം ലഭിക്കുന്നതായിരിക്കും. സർക്കാർ ആനുകൂല്യങ്ങളും സമൂഹത്തിൽ ഉയർച്ചയും സാമൂഹിക സാംസ്കാരിക സംബന്ധമായ കാര്യങ്ങളിൽ നേട്ടങ്ങളും അപ്രതീക്ഷിത ധനലാഭവും കച്ചവടത്തിൽ നിന്നും, അതായത് ബിസിനസ്സിൽ നിന്നും വൻ ലാഭവും സിദ്ധിക്കുന്നതായിരിക്കും. മേലുദ്യോഗസ്ഥരിൽ നിന്നും അനുകൂലമായ നിലപാടും അതിൽ നിന്ന് നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ജനങ്ങളെ നല്ലവണ്ണം സ്വാധീനിക്കുവാൻ കഴിയുന്നതായിരിക്കും. ആയതിനാൽ രാഷ്ട്രീയക്കാർക്ക്
വളരെ അനുകൂലമാകുന്നു ഈ സൂര്യൻ്റെ മിഥുനൻ രാശിയിലേക്കുള്ള രാശിമാറ്റത്തോടുകൂടി. ആയതിനാൽ പരമാവധി ഈ അവസരം പ്രയോജനപ്പെടുത്തുക. സുഹൃത്തുക്കളുമായി ഒത്തുചേരുവാനും അവരുമായുള്ള ബന്ധം ദൃഢമാക്കുവാനും സാഹചര്യം വന്നു ചേരുന്നതായിരിക്കും. മുതിർന്നവരിൽ നിന്ന് അനുഗ്രഹം ഉണ്ടായിരിക്കുകയും മുതിർന്നവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് മൂലം ജീവിതത്തിൽ ഉയർച്ചയും ഉണ്ടാകുന്നതായിരിക്കും. ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പ്രൊജക്റ്റുകളിൽ നിന്നും ലാഭവും നേട്ടവും വന്നു ചേരുന്നതായിരിക്കും. ഈ നക്ഷത്രക്കാർ രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണെങ്കിൽ ആ രോഗത്തിന് ശമനവും ആരോഗ്യത്തിൽ വർധനവും ഉണ്ടാകുന്നതായിരിക്കും. ഔദ്യോഗികപരമായും ധനപരമായും നേട്ടങ്ങൾ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മിഥുനമാസത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. ഗൃഹാന്തരീക്ഷം ശോഭനീയമായിരിക്കും. ഗൃഹത്തിൽ ശുഭകർമ്മങ്ങൾ നടക്കുവാൻ വളരെയധികം സാധ്യത കാണുന്നു. ചിങ്ങക്കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ ഈ സൂര്യൻ്റെ രാശിമാറ്റത്തോടുകൂടി ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത നക്ഷത്രക്കാർ ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരാകുന്നു. കന്നിക്കൂറുകാരുടെ 10ാമിടത്ത് കൂടിയാണ് സൂര്യൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. 10ാമിടത്ത് കൂടി സൂര്യൻ ചാരവശാൽ സഞ്ചരിച്ചാൽ എല്ലായിടത്തും വിജയവും കർമ്മങ്ങൾ സാധിക്കുകയും ഫലങ്ങളാകുന്നു. ഈ കൂറുകാർ ഏതു കാര്യങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിലും അതിലൊക്കെ തന്നെ വിജയിക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഈ മിഥുനമാസത്തിൽ. നിങ്ങളുടെ കർമ്മ മേഖലയിൽ സഹപ്രവർത്തകരിൽ നിന്നും നല്ല സഹകരണവും ഉന്നത ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് പ്രശംസയും ലഭിക്കുന്നതായിരിക്കും. ഔദ്യോഗികപരമായി ഏതു പദവിയിലാണോ ഇരിക്കുന്നത് ആ പദവിയിൽ നിന്ന് ഉയർന്ന പദവിയിലേക്ക് സ്ഥാനാന്തരപ്രാപ്തി ഉണ്ടാകുന്നതായിരിക്കും. കന്നിക്കൂറുകാർക്ക് സൂര്യൻ 12ാം ഭാവാധിപനായതിനാലും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള സമയമാകുന്നു. ആയതിനാൽ വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും വിദേശ സംബന്ധമായി പുതിയ പ്രൊജക്റ്റുകൾ എടുക്കുന്നവർക്കും തീർച്ചയായും വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഈ കൂറുകാർക്ക് വിദേശ സംബന്ധമായി കച്ചവടം നടത്തുന്നവർക്കും അതായത് ബിസിനസ്സുകാർക്കും വളരെ അനുകൂലമായിട്ടുള്ള മാസമാകുന്നു മിഥുനമാസം. മിഥുനമാസത്തിൽ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ വിജയവും സാഹസികമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർക്ക് നേട്ടങ്ങളും സിദ്ധിക്കുന്നതായിരിക്കും. ഈ കൂറുകാർക്ക് മിഥുനമാസത്തിൽ ഏതു തടസ്സങ്ങളെയും മറികടക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ആയതിനാൽ ലക്ഷ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുക. തീർച്ചയായും ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെ കന്നിക്കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ മിഥുനമാസത്തിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത നക്ഷത്രക്കാർ ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരാകുന്നു. മകരക്കൂറുകാരുടെ 6ാമിടത്ത് കൂടിയാണ് സൂര്യൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ രോഗങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും വിമുക്തിയും ശത്രുനാശവും ഫലങ്ങളാകുന്നു. സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതായിരിക്കും. മത്സരങ്ങളിലും മത്സര പരീക്ഷകളിലും വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ആരോഗ്യ സംബന്ധമായി വളരെ നല്ല അനുകൂലമായിട്ടുള്ള സ്ഥിതിയാകുന്നു ഈ മിഥുനമാസത്തോടുകൂടി ഉണ്ടാകുന്നത്. രോഗങ്ങൾക്ക് ശമനവും നല്ല ആരോഗ്യവും ഫലങ്ങളാകുന്നു. ശത്രുക്കൾ ഉണ്ടെങ്കിൽ ശത്രുക്കളിന്മേൽ വിജയിക്കുകയും ശത്രുക്കൾ മിത്രങ്ങളായി വരുവാനും സാഹചര്യം വന്നു ചേരുന്നതായിരിക്കും. മിഥുനമാസത്തിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതു വെല്ലുവിളികളെയും നേരിടുവാനും അതിജീവിക്കുവാനും സാധിക്കുന്നതായിരിക്കും. മകരക്കൂറുകാരിൽ ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെയോ സംഘടനകളുടെയോ നേതൃസ്ഥാനത്തിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാകുന്നു ഈ മിഥുനമാസത്തിൽ വരുവാൻ പോകുന്നത്. ആയതിനാൽ അവസരം നന്നായി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ ജോലി സംബന്ധമായി പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. സാമ്പത്തിക സ്ഥിരത ഉണ്ടാകും. വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. കടങ്ങൾ ഉണ്ടെങ്കിൽ കടങ്ങൾ വീട്ടുവാൻ അവസരം വന്നു ചേരുന്നതായിരിക്കും. നല്ല ശീലങ്ങളോടുകൂടി ഒരു പുതിയ ജീവിതം നയിക്കുവാൻ പറ്റിയ സമയമാകുന്നു ഈ മിഥുനമാസം. ആയതിനാൽ യോഗ,
ആരോഗ്യകരമായ നല്ല ശീലങ്ങൾ, വ്യായാമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവയിൽ ഏർപ്പെട്ടാൽ തീർച്ചയായും ആരോഗ്യം നന്നായി മെച്ചപ്പെടുത്തുവാൻ സാധിക്കുന്നതായിരിക്കും. സർക്കാർ സംബന്ധമായി അനുകൂലമായ സ്ഥിതി ആയതിനാൽ സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ നേട്ടങ്ങളും ലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ്. സർക്കാർ സംബന്ധമായി കരാറിൽ ഏർപ്പെടുന്നവർക്കും സർക്കാർ പ്രൊജക്റ്റുകളിൽ ഏർപ്പെടുന്നവർക്കും അനുകൂല സ്ഥിതി ആയതിനാൽ തീർച്ചയായും ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ മേടക്കൂറുകാർക്കും ചിങ്ങക്കൂറുകാർക്കും കന്നിക്കൂറുകാർക്കും മകരക്കൂറുകാർക്കും ആണ് ഈ സൂര്യൻ്റെ രാശിമാറ്റത്തോടു കൂടിയുള്ള ഫലങ്ങൾ അനുകൂലമായിട്ടുള്ള കൂറുകാർ. ഈ കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ മിഥുനമാസത്തിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.